ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റാഗി വെച്ച് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു തക്കാളി, അല്പം മല്ലിയില, 1/4 ഭാഗം സബോള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് എന്നിവയാണ്. പിന്നെ നമുക്ക് അല്പം വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും. നമുക്ക് ആവശ്യമായിട്ടുള്ളത് റാഗിപ്പൊടിയാണ്. അത് ഞാനിവിടെ 60 ml ഒരു കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിനായി ഞാൻ ഒരു 1.5 കപ്പ് ദോശമാവാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതാ നോക്കൂ, നമ്മളിതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ദോശമാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നോക്കൂ, നമ്മളിതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ഉപ്പാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിവിടെ ചോപ്പ് ചെയ്തിട്ടുള്ള തക്കാളിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. കുറച്ചും കൂടെ ഇതായിട്ട് നമുക്ക് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി ബ്ലെൻഡായി പോകും. ഓക്കെ, പിന്നെ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് 60 ml ഒരു കപ്പിലാണ് ഞാൻ റാഗി പൗഡർ എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാൻ നോക്കിയാലോ. അതിനായി ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓണാക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയാണ് ഇതുണ്ടാക്കാനായിട്ട്. നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞങ്ങൾ ഒഴിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഇവിടെ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. കാരണം കരിഞ്ഞു പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഉള്ളിൽ നല്ലോണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നല്ല ബോളായിട്ട് വരുന്നുണ്ട്. ഇങ്ങനത്തെ ഓരോ ഷേപ്പുകളൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് വളരെ ഒരു രസകരമാകും കഴിക്കാനായിട്ട്. കാരണം റാഗി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര മടിയുള്ളൊരു സംഭവമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ഷേപ്പുകളാകുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആവും കഴിക്കാനായിട്ട്. മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ നിന്ന് എടുക്കാം. വെളിച്ചെണ്ണ നന്നായി വറുത്തെടുക്കണം. നോക്കൂ, നമുക്ക് നമ്മുടെ സ്നാക്സ് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി കളറും നല്ല മണമുണ്ട് കേട്ടോ. കാരണം റാഗി കൊണ്ടുണ്ടാക്കിയൊരു സംഭവമാണെന്ന് തോന്നുന്നില്ല.
അത്രയും മനോഹരമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പ് പോലെയാണ് ഇത് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കായാലും കഴിക്കാൻ വളരെ രുചിയോട് കൂടി കഴിക്കാൻ സാധിക്കും. പ്രത്യേക ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ ബേക്കിംഗ് സോഡയോ സോഡാപ്പൊടിയോ വേറെ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ സേഫായിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണിത്. ഇപ്പോൾ ഇതാ നോക്കൂ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, സൗണ്ട് നിങ്ങൾക്ക് തന്നെ കേൾക്കാമല്ലോ. അങ്ങനെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വേറെ ഒരെണ്ണെടുത്ത് കാണിച്ചു തരാം. നോക്കൂ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്കിത് ജസ്റ്റ് ഒന്ന് പൊടിച്ച് കാണിച്ചു തരാം. നോക്കൂ, ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബൈ, താങ്ക് യു.